രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റിനെ വെളുപ്പിക്കാൻ ഒരു ചാനൽ അവരുടെ മുഖമായ ഒരു അവതാരകനെ കൊണ്ട് നടത്തിയ അഭിമുഖമാണ് ഇപ്പോൾ നാടെങ്ങും ചർച്ചാ വിഷയം. നിലപാടും ആദർശവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് അടിവരയിട്ട ഒരു അഭിമുഖം. സകല വിഷയങ്ങളിലും നെടുനീളൻ പ്രസംഗം, ഒറ്റ ശ്വാസത്തിൽ പ്രാസമൊപ്പിച്ച് പറയാൻ മറക്കാത്ത അവതാരകൻ. എന്നാൽ ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻപിൽ പഞ്ചപുച്ഛമടക്കി. വിഷമത്തിലാക്കുന്ന ഒരു ചോദ്യം പോലും ചോദിക്കാതിരിക്കാൻ നന്നേ ശ്രദ്ധിച്ചാണ് ആ അഭിമുഖം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാധ്യമങ്ങൾക്ക് പൊതുബോധത്തെ നിർമ്മിക്കാനാകുമെന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല. അങ്ങനെ ഇരിക്കെയാണ് ഈ വിധം നികൃഷ്ടമായ ഒരു രീതിയിൽ അത് ഉപയോഗിക്കപ്പെടുന്നത് എന്നത് ഗുരുതരമാണ്. ഇതേ ന്യൂസ് ചാനലിന്റെ തലപ്പത്തിരിക്കുന്നയാൾ അടുത്തിടെ ഒരു സംവാദത്തിൽ വാതോരാതെ മറ്റുള്ളവരെ മാധ്യമധർമ്മം പഠിപ്പിക്കുന്നുമുണ്ട്. ന്യൂസ് ചാനലുകൾ അവതാരകരെ പണം കൊടുത്തു വാങ്ങുന്ന നിലയിലേക്ക് മാറിയത്രേ. ഒരു ചാനലിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ മുൻ ചാനലിനെ പറ്റി കുറ്റം പറയരുതെന്നും കൂടുതൽ പണം കിട്ടിയത് കൊണ്ട് മറുകണ്ഠം ചാടുന്നതാണെന്നുമൊക്കെ പ്രഖ്യാപിച്ചു വേണം ഈ പോക്കെന്നുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്ത് ധാർമ്മികതയുടെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരാളെ വിളിച്ചിരുത്തി നിങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ ചെയ്തത്? താൻ കാരണം ഗർഭിണിയായ ഒരു സ്ത്രീയോട് മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്ന ഫോൺ സംഭാഷണം കേരളം കേട്ടതാണ്. ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാം പറഞ്ഞല്ലോ. ആ സംസാരത്തിലും ഭാഷയിലുമുണ്ട് അയാൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന വയലൻസ്. അത്രയും വധഭീഷണി, തെറിവിളി, അധിക്ഷേപം, ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്, അങ്ങനെ അതിജീവിതകളെ തകർക്കാൻ പോകുന്നതെല്ലാം അയാൾ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെയല്ലേ നിങ്ങൾ ചാനൽ മുറിയിൽ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിച്ചത്? ഇതേ അവതാരകൻ തന്നെയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തന്റെ അന്ത്യചർച്ചയുടെ തുടക്കത്തിൽ ലൈംഗിക വൈകൃത കുറ്റവാളി എന്ന് വിളിച്ചതും നാണമുണ്ടോ എന്ന് ആക്രോശിച്ചതും? ഒന്നിലേറെ കേസുകളിൽ കോടതി ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റിവെച്ച പ്രതി അഭിമുഖം ചെയ്ത് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ലൈംഗിക വൈകൃതമുള്ള ഒരു പ്രതിയാണ് മുന്നിലിരിക്കുന്നതെന്ന് അവതാരകൻ മറന്നുപോകുന്നത് അസ്വാഭാവികമല്ലേ? ഇതാണോ മാധ്യമപ്രവർത്തനം? താൻ നിരപരാധിയാണെന്ന് സ്ഥാപിക്കാൻ തനിക്കെതിരെ പരാതിപ്പെട്ട സ്ത്രീകളെ മുഴുവൻ കുറ്റക്കാരികളെന്ന് വരുത്തി തീർക്കാൻ അയാൾ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ അവതാരകൻ മൗനത്തിലാണ്. ധാർമ്മികതയല്ല, പണമാണ്, റേറ്റിംഗ് ആണ് നിങ്ങൾക്ക് വലുതെന്ന് സമ്മതിക്കാൻ ഇനി ഒട്ടും മടിക്കണ്ട. സമ്മതിച്ചില്ലെങ്കിലും മലയാളികൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്.